ജിഷ്ണു വിഷയമാണ് മാറി. ബ്രോ എന്തെങ്കിലും പറ്റിയ? കുഴപ്പമില്ല ബ്രോ. നോക്കി ഓട്ടിക്കണ്ടേ ബ്രോ? വാ എണീ. വണ്ടിക്ക് നല്ല പണിയുണ്ടല്ലോ ബ്രോ. അത് കുഴപ്പമില്ല ബ്രോ, കൂട്ടുകാരന്റെ വണ്ടിയാണ്, അവൻ നോക്കിയോളൂ. ബെസ്റ്റ്. ഇതിപ്പോ എത്ര രൂപയുടെ പണി കാണും? ഒരു 3000-ന്റെ പണിയാണ്. എന്തോന്ന് ഷോ? അതോ പാവപ്പെട്ട തന്നെ പൈസ ഇറക്കി നന്നാക്കണ്ടേ? ബ്രോയ്ക്ക് വണ്ടി ഒന്നുമില്ല. അതിനെ പറ്റി ഒന്നും പറയണ്ട ബ്രോ. എന്തുപറ്റി? എനിക്കൊരു വ്യാളി കൂട്ടുകാരുണ്ട്. കഴിഞ്ഞ ദീപാവലിക്ക് പടക്കം വാങ്ങാനെന്ന് പറഞ്ഞ് എന്റെ വണ്ടി എടുത്തോണ്ട് പോയതാണ്. പടക്കത്തിന്റെ കൂടെ ഇട്ട് പൊട്ടിച്ചോ അതോ ബാക്കിയുണ്ടോ എന്തോ. അല്ല ഇപ്പൊ ഈ വണ്ടി കൂട്ടുകാരന്റെ വാങ്ങിച്ചിട്ട് എത്ര ദിവസമായി? ദിവസവും മാസങ്ങളായി. അപ്പൊ ഇതിലാര് പെട്രോൾ അടിക്കും? അതാ അടിച്ചോളൂ. പണി വന്നാരി? അവന്റെ വണ്ടിയല്ലേ, അവൻ ചെയ്യണ്ടേ. അപ്പൊ പൈസ മുടക്കി പടക്കം വാങ്ങുന്നത് കൂട്ടുകാരനും പൊട്ടിച്ച് ചികിക്കുന്നത് ബ്രോയും അല്ലേ? അതെ. ഫ്ലാറ്റിയാത്ത ഗ്ലോറിയ. അല്ല ബ്രോ പിന്നെ വണ്ടി വിളിച്ച് ചോദിച്ചില്ലേ? ഇല്ല. അതെന്ത്? ഇവനൊക്കെ ഒരു കൂട്ടുകാരനാണോ ബ്രോ? ഒരാളുടെ വണ്ടി വാങ്ങിച്ച ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തൂടെ? അയ്യോ, ഇയാള് പിന്നെ ഷോറൂമിൽ നിന്ന് സർവീസ് എടുത്തിട്ട് വന്നതാണല്ലോ ഈ വണ്ടി. എടോ താനും തന്റെ കൂട്ടുകാരനെ മൂഞ്ചിച്ചിട്ടല്ലേ ഈ ശകടം കൊണ്ട് ഈ റോഡിൽ തേരാപാര തെണ്ടി നടക്കുന്നത്? ഒരു കൂട്ടുകാരന്റെ വണ്ടി ആവശ്യത്തിന് വാങ്ങിച്ചോണ്ട് പോയിട്ട് സമയത്തിന് തിരിച്ചു കൊടുക്കാത്തത് ഒരു തന്തയില്ലായ്മയല്ലേ? തീർച്ചയായും. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോ, എത്ര തന്തയുണ്ടോ നിനക്ക്? എന്തോന്നറ ഇത്? ഈ വണ്ടിയുടെ RC ബുക്ക്. ഇതാരെ പേരിലാണ്? നിന്റെ പേര്. അപ്പൊ ഇതാരെ വണ്ടിയാണ്? അതെന്റെ. അതെങ്ങനെ ശരിയാവും? നിന്റെ എന്ന് പറഞ്ഞാൽ അത് എന്റെയും കൂടി അല്ലേടാ. തൊലി. ആ വണ്ടി ഇരിക്കണ ചന്തം നോക്ക്. വെള്ളം കാണിക്കണ്ട, ഒന്ന് മൂത്രമെങ്കിലും ഒഴിച്ച് നിനക്കത് കഴുകിക്കൂടാ. വണ്ടി കഴിവുള്ള മൂത്രം വരെ ഞാൻ അതിശയന്റെ കുഞ്ഞ. ഓ എന്റെ വാങ്ങിച്ചോ? നാളെ അപ്പു ഉണ്ണി മണിക്കൂട്ടനും വന്ന് വണ്ടി ചോദിക്കും. അപ്പഴാ കുപ്പുനും ചുണ്ണിക്കും ചുണിക്കുട്ടനും ഞാനൊരു പഴം വീതം കൊടുക്കും. ഈശോടെ അവന്മാരെ കണ്ടന്റ് ഈശോയാണ്, ചിരിക്കുക. അവന്മാരെല്ലാ കണ്ടന്റും നൈസാണ്. പ്രത്യേകിച്ച് അവന്മാരെ എക്സ്പ്രഷൻ ഒരു രസമാണ്, ഡയലോഗും ഒരു രസമാണ്.